സെക്സിനെക്കുറിച്ചുള്ള സംശയങ്ങളും തെറ്റിദ്ധാരണകളും മനുഷ്യന് മാത്രമുള്ളതാണ്. ജന്തുക്കളിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഒരു പ്രത്യേക സമയത്ത് മാത്രം നടക്കുന്ന ഇണചേരൽ മാത്രമാണ് മൃഗങ്ങളിൽ കാണുന്നത്. അതുകൊണ്ടുതന്നെ അതേക്കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. അതേസമയം മനുഷ്യനിൽ ഏത് കാലത്തും ഏത് അവസരത്തിലും ലൈംഗിക വികാരം ഉണരാം. അവസരം കിട്ടുമ്പോഴെല്ലാം എവിടെ വെച്ചും ബന്ധപ്പെടുകയുമാവാം. പക്ഷേ ബന്ധപ്പെടുന്ന അവസരങ്ങളിലെല്ലാം ശരിയായ രീതിയിലുള്ള രതിസുഖം അനുഭവിക്കാൻ അവർക്ക് സാധിക്കാറില്ല. സുരക്ഷിതമായ ഇടങ്ങളിൽ വെച്ചുള്ള ലൈംഗിക വീഴ്ചയിൽ നിന്ന് മാത്രമേ ഇണകൾക്ക് യഥാർത്ഥത്തിലുള്ള രതിമൂർച്ചയിലെത്താൻ കഴിയൂ. മനസ്സ് ശാന്തമല്ലെങ്കിൽ സുഖം വെറും മിഥ്യയായി കലാശിക്കുകയേയുള്ളൂ. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം മുന്നിൽ കാണുന്ന ഏതിണയുമായും ബന്ധപ്പെടുകയാണ് ചെയ്യുക. ഇണചേരലിനു ശേഷം പിരിഞ്ഞു പോകുന്നതല്ലാതെ ഇണയ്ക്കെന്തു സംഭവിക്കുന്നു എന്നന്വേഷിക്കാറില്ല. രണ്ടും രണ്ട് വഴിക്ക് പോകുന്നു. മൃഗങ്ങളുടെ അതേ അവസ്ഥ തന്നെയായിരുന്നു ആദി മനുഷ്യനിലും നിലനിന്നിരുന്നത്. സ്വതന്ത്രനായിരുന്ന അവൻ മുന്നിൽ കാണുന്ന ഏതു സ്ത്രീയുമായും ഇണചേരുമായിരുന്നു. അതിൽ എതിർപ്പിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതുപോലെ ഏതു പുരുഷനുമായും ബന്ധപ്പെടാൻ സ്ത്രീയും തയ്യാറായിരുന്നു. ഇവിടെ സ്നേഹത്തിനോ പരസ്പര വിശ്വാസങ്ങൾക്കോ ഒരു വിലയുമുണ്ടായില്ല. സ്ത്രീ പുരുഷന്മാർ കണ്ടുമുട്ടുന്ന സ്ഥലത്ത് വെച്ച് ഇണചേരുകയും അതിനുശേഷം പിരിഞ്ഞു പോവുകയുമാണ് പതിവ്. ഇണചേരലിന് ശേഷം സ്ത്രീക്ക് എന്തു സംഭവിക്കുന്നുവെന്ന അന്വേഷണവുമില്ല. ഒരുപക്ഷെ അവൾ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്തിരിക്കാം. ഇരുവർക്കും അതൊരു പ്രശ്നമാകാറുമില്ല. കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരുന്നു. മനുഷ്യൻ്റെ ബുദ്ധി വികസിക്കാൻ തുടങ്ങി. ജീവിത രീതിയിൽ പല മാറ്റങ്ങളും സംഭവിച്ചു. സ്ത്രീയും പുരുഷനും ഇണചേർന്നു കഴിഞ്ഞാൽ അവൾ ഗർഭിണിയാവുമെന്നും പ്രസവിക്കുമെന്നും മനസ്സിലായി. കുഞ്ഞിനെയും ഇണയെയും സംരക്ഷിക്കണമെന്ന ബോധം പുരുഷനിൽ ഉടലെടുക്കുന്നത് ഈ കാലത്താണ്. തൻ്റെ മുന്നിൽ കാണുന്ന ഏതു പെണ്ണുമായും ബന്ധപ്പെട്ടിരുന്ന കാലം പോയി. ഒരുത്തന് ഒരുത്തി എന്ന തത്വം അംഗീകരിക്കപ്പെടുന്ന സ്ഥിതി സംജാതമായി. ഇണചേരുന്നതിന് സുരക്ഷിതമായ ഇടവും സമയവും കണ്ടെത്തുന്നതിലും അവൻ വിജയിച്ചു. വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാവുന്നതിവിടെയാണ്. വിവാഹമെന്ന സമ്പ്രദായം രൂപപ്പെടുന്നത് ഇതിനു ശേഷമാണ്. ദാമ്പത്യ ജീവിതത്തോടൊപ്പം കുടുംബജീവിതവുമുണ്ടായി. പിന്നീടുള്ള കാലഘട്ടങ്ങൾ സംശയങ്ങളുടെയും സംഘർഷങ്ങളുടെയും പാതയിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. കുറ്റങ്ങളും കുറവുകളും കുടുംബജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തി. ലൈംഗിക പീഡനങ്ങൾ, വ്യഭിചാരം എന്നിവയും അരങ്ങേറി. ലൈംഗിക ബലഹീനതകൾ കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി. കുടുംബ സംവിധാനങ്ങൾ തകർച്ചയുടെ വഴിക്ക് നീങ്ങി തുടങ്ങിയപ്പോൾ കാരണം കണ്ടെത്താനായി മനഃശാസ്ത്രകാരന്മാർ രംഗത്തെത്തി. ഓരോ വ്യക്തിയിലും അന്തർലീനമായി കിടക്കുന്ന വികാരങ്ങളും വിചാരങ്ങളും ലൈംഗിക ജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ടെന്ന് കണ്ടെത്തുവാൻ ലൈംഗിക ശാസ്ത്രജ്ഞർക്കും മനഃശാസ്ത്രജ്ഞർക്കും സാധ്യമായി എന്നതാണ് ഇക്കാലത്തെ നേട്ടങ്ങളിൽ ഒന്നായി കരുതുന്നത്. ദാമ്പത്യ ജീവിതത്തെ നരകതുല്യമാക്കുന്നതിന് പല കാരണങ്ങളുമുണ്ടെങ്കിലും അതിപ്രധാനമായി കണക്കാക്കുന്നത് ലൈംഗിക ശേഷിയില്ലായ്മയാണ്. ലൈംഗികാസക്തി വേണ്ടുവോളമുണ്ടെങ്കിലും ലിംഗം ഉദ്ധരിക്കാതെ വരിക എന്നത് ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്. അതുപോലെ ശീഘ്രസ്ഖലനം, ശുക്ലം വിസർജിക്കാൻ കഴിയാതെ വരിക എന്നിവയെല്ലാം തന്നെ ദാമ്പത്യ ജീവിതത്തിൽ അപസ്വരങ്ങളും അക്രമങ്ങളും ഉണ്ടാക്കാൻ പോന്നവയാണ്. പുരുഷൻ്റെ പ്രശ്നങ്ങൾ ഇതാണെങ്കിൽ സ്ത്രീകളിലുമുണ്ട് പോരായ്മകൾ. യോനി ആർദ്രമാകാതിരിക്കൽ, സംഭോഗ സമയത്തുണ്ടാവുന്ന വേദന, മറ്റു ശാരീരികാസുഖങ്ങൾ ഇവയെല്ലാം ലൈംഗിക സുഖം അനുഭവിക്കുന്നതിൽ നിന്ന് സ്ത്രീകളെ അകറ്റി നിർത്തുന്നു. ജീവിതത്തിൽ ലൈംഗികാനന്ദം എന്തെന്നറിയാത്തവരെത്രയെങ്കിലുമുണ്ട്. ശാരീരികാസ്വാസ്ഥ്യങ്ങളാണിതിന് കാരണം. ലൈംഗിക വ്യതിയാനമുള്ളവർ, ഇണയിൽ വെറുപ്പ് തോന്നുന്നവർ, തനിക്കിഷ്ടമില്ലാത്ത പെണ്ണിനെ വിവാഹം ചെയ്യേണ്ടി വരുമ്പോൾ അത് മനസ്സിനെ സാരമായി ബാധിക്കും എന്നിവർക്കെല്ലാം ലൈംഗിക ബലഹീനതയുണ്ടാവാൻ സാധ്യതകളേറെയാണ്. ഇതിൽ ഇണയിൽ വെറുപ്പ് തോന്നുക, സംശയിക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾ കൗൺസിലിങ്ങിലൂടെ പരിഹരിക്കാവുന്നതാണ്. അതേസമയം രോഗം മൂലമുണ്ടാകുന്ന ലൈംഗിക തകരാറുകളെ മരുന്നുകൊണ്ട് മാത്രമേ മാറ്റിയെടുക്കാനാവൂ. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ലൈംഗിക ശേഷിയെ പ്രതികൂലമായി ബാധിക്കും. മദ്യം അകത്തു ചെന്നാൽ സംഭോഗദൈർഘ്യം കിട്ടുമെന്ന തെറ്റായ ധാരണ പുരുഷന്മാരിലുണ്ട്. ലൈംഗികാവയവങ്ങളുടെ പ്രവർത്തനമാന്ദ്യം മൂലമാണ് സമയം കൂടുതൽ വേണ്ടിവരുന്നത്, അല്ലാതെ മദ്യത്തിൻ്റെ ഗുണമല്ല. അതുപോലെ തന്നെ ചില വാചീകരണ ഔഷധങ്ങളും പെട്ടെന്ന് സമയം നീട്ടിക്കിട്ടാൻ സഹായിച്ചേക്കും. എന്നാൽ ദീർഘകാലത്തെ ഇത്തരം ഔഷധങ്ങളുടെ ഉപയോഗം ഭാവിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ശക്തി പോലും ലഭിക്കാത്ത ഒരവസ്ഥയിലേക്ക് പുരുഷന്മാരെ കൊണ്ടെത്തിച്ചേക്കുമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നു.
സമയം നീട്ടിക്കിട്ടാൻ ടെക്നിക്കുകളാണ് വേണ്ടത്. വരും വീഡിയോകളിൽ അതേക്കുറിച്ച് പറയാം.